നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നാണക്കേടായ മറ്റൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചത്. ഈ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3-അംഗ സംഘമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KGMOA. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗാണ് ചേരുന്നത്. സാരംഗിത, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വലിയൊരു അനാസ്ഥ, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പ്രതിഷേധമാണ് നെടുമങ്ങാടും ഉണ്ടായത്. നവജാത ശിശു മരിക്കുന്ന സാഹചര്യം. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. കാരണം അടിയന്തരമായി ഈ വിഷയം അന്വേഷിച്ച് വിദഗ്ധ സമിതി ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് കൈമാറാനായിരുന്നു നിർദ്ദേശം. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം അന്ന് തന്നെ ആശുപത്രിയിലെത്തി വിദഗ്ധ സമിതി നടത്തിയിരുന്നു. അതിനുശേഷമാണ് മറ്റ് രേഖകളും അടക്കം പരിശോധിച്ചത്. ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത. മാത്രമല്ല, ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഡോക്ടർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അത് ചികിത്സാ പിഴവിനൊപ്പം തന്നെ കൈക്കൂലി വാങ്ങി, 2 തവണയായി കൈക്കൂലി വാങ്ങി ഈ ലേബർ റൂമിലടക്കം രോഗികൾ എത്തുമ്പോൾ രോഗികളിൽ നിന്നും 5000 രൂപ അടുത്ത് വാങ്ങുന്നൊരു പതിവ് ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നടക്കമാണ് രാഷ്ട്രീയ കക്ഷികളും ഒപ്പം ഈ ബന്ധുക്കളടക്കം ആരോപണം ഉയർത്തിയത്. അതിനൊപ്പം തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇങ്ങനെ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന രീതിയിൽ. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ മുൻപും, അതായത് ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപടക്കം സമാനമായ, കുഞ്ഞു മരിച്ചില്ല എങ്കിൽ പോലും ശസ്ത്രക്രിയ നടത്തിയ, സിസേറിയൻ നടത്തിയ യുവതികൾക്ക് ഗുരുതരമായ ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിലും പരാതികൾ ആരോഗ്യവകുപ്പിന്റെ മുൻപാകെ നിലനിൽക്കുന്നുണ്ട്. അതിനു മുൻപും, അതായത് ആശുപത്രിയിൽ മറ്റും നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ ഡോക്ടർ പതിവായി ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ് നടത്തുന്നുണ്ട്. അതിൽ അന്വേഷണം കാര്യമായി ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് ഈ രാഷ്ട്രീയ കക്ഷികളും ബന്ധുക്കളും ഉന്നയിക്കുന്നത്. അതായത് സ്ഥിരമായി ഇങ്ങനെ ആരോപണം ഉയരുന്ന ഒരു ഡോക്ടർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബന്ധുക്കളും രാഷ്ട്രീയ കക്ഷികളും ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിരുന്നു തുടക്കത്തിൽ ഒരു പേരിനൊരു നടപടി എന്ന രീതിയിൽ സ്ഥലംമാറ്റ ഉത്തരവ് വന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു സ്ഥലംമാറ്റ ഉത്തരവ് വന്നത്. പക്ഷേ അതിലൊന്നും കുടുംബം ആ നടപടിയിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല എന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. കാരണം ഗുരുതരമായ ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. ഒരു കുഞ്ഞ്, അതായത് 36 വയസ്സുള്ള ഒരു യുവതിക്കാണ് കുഞ്ഞ് ജനിച്ചത്. അതും അത്ര വർഷം കാത്തിരുന്നുകൊണ്ട് ഉണ്ടായ ഒരു കുട്ടിയെ ഈ ഒരു ചികിത്സാ പിഴവിന്റെ പേരിൽ നഷ്ടമാവുക എന്ന് പറയുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരണം, മരണകാരണം വ്യക്തമാകണമെങ്കിൽ എന്നടക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിന്റെ ആരോപണവും അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. മുൻപും ഇത് സമാനമായ രീതിയിൽ നിരവധി ആരോപണങ്ങളും പരാതികളും ആരോഗ്യവകുപ്പിന് മുൻപിൽ നിലനിൽക്കുന്നു. അങ്ങനെയാണ് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇപ്പോഴും KGMCT അടക്കം മുന്നോട്ട് വെക്കുന്നത് ഡോക്ടറുടെ സസ്പെൻഷൻ അംഗീകരിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ ഈ ഒരു സൂപ്രണ്ടിനെയും ഒപ്പം മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും പൂട്ടിയിട്ട സംഭവം ഉണ്ടായിരുന്നു, ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിനെ അടക്കം അവർ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരോഗ്യവകുപ്പിന്റെ നിലപാട് വളരെ നിർണായകമാണ്. കാരണം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലായിക്കോട്ടെ നിരവധിയായിട്ടുള്ള ഈ ഒരു ചികിത്സാ പിഴവിൻ്റെ ഒരു പരമ്പര തന്നെ കേരളത്തിൽ അരങ്ങേറുന്നു എന്ന കാര്യം വ്യക്തമാണ്. പല തരത്തിൽ, അതായത് ഒരു സ്ഥലത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തായിക്കോട്ടെ, വണ്ടാനത്തായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, അടക്കം കാര്യം നമുക്ക് അറിയാവുന്നതാണ്. വർഷങ്ങളായി നിയമ പോരാട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെയെല്ലാം ഈ ഒരു സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യം കടന്നിരിക്കുന്നു. ആരോഗ്യവകുപ്പ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത്. ഒരു വശത്ത് ഈ ഒരു ചികിത്സാ പിഴവിന്റെ വിഷയമാണെങ്കിൽ മറ്റൊരു വശത്ത് KGMCTA ഡോക്ടർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയകൾ ഒഴികെ ബാക്കി എല്ലാ ശസ്ത്രക്രിയകളും മുടങ്ങിയൊരു സാഹചര്യം സംസ്ഥാനത്തുടനീളമുണ്ട്. OPകൾ ബഹിഷ്കരിക്കുന്നു. അതിലാകെ ഒരു സമാധാനം അല്ലെങ്കിൽ സമാശ്വാസം എന്ന് പറയുന്നത് PG ഡോക്ടർമാരുടെ സമരം താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. അതല്ലാതെ ഡോക്ടർമാർ ആരും OPയിൽ പ്രവേശിക്കുന്നില്ല. വളരെ കാലം കാത്തിരുന്ന് ലഭിക്കുന്ന ഡേറ്റുകളിലാണ് ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്. അതടക്കം ഇപ്പോൾ നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ രോഗികൾ ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടുവരുന്ന ആൾക്കാർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതിനു മുൻപ് ചികിത്സ നേടി അതിൽ ചികിത്സാ പിഴവിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു വശത്ത് അത്തരത്തിൽ ആരോഗ്യവകുപ്പ് വലിയൊരു പ്രതിസന്ധിയിലാണ്, സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ എന്തൊക്കെ നടപടികൾ എടുക്കും, അത് ഈ പ്രതിസന്ധി ഏത് രീതിയിൽ മറികടക്കാൻ കഴിയുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതിനിടയിൽ ഡയസ്നോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർമാർ, അതായത് ഈ ജോലിക്ക് എത്താത്ത ഡോക്ടർമാരുടെ പട്ടിക ആരോഗ്യവകുപ്പിന് കൈമാറണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇതൊരു സമവായത്തിലേക്ക് എത്താതെ കർശന നടപടിയെടുത്ത് ഡോക്ടർമാരെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നാണ് KGMCT കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ഈ നെടുമങ്ങാടെ സംഭവത്തിലടക്കം റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ മറ്റ് സംഭവങ്ങളിലും ഈ ഒരു KGMCTന്റെ വിഷയത്തിലടക്കം
കൂടുതൽ നിർണായകമായ നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഭിലാഷ്. യെസ്, എന്തായാലും നെടുമങ്ങാട് നവജാത ശിശു മരിച്ച സംഭവവും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. അതിനപ്പുറത്ത് വലിയ അനാസ്ഥയായി തന്നെ അതിനെ കണക്കാക്കേണ്ടതുണ്ട്. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചത് എന്നതാണ്. ആ കുട്ടി മരണപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ നിന്ന് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.